ചേച്ചി എന്താ? അതെ, ഇന്നത്തെ ദിവസം എല്ലാരും കൂടെ എന്നെ പാചകം ഏൽപ്പിച്ചിരിക്കുക. എല്ലാരും എഴുന്നേക്കുന്നതിന് മുൻപ് അതങ്ങ് ചെയ്ത് തീർക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്നലെ തന്നെ എനിക്ക് എന്ത് ടെൻഷനായിന്നറിയോ? അപ്പൊ എനിക്ക് ടെൻഷനില്ലേ? ഞാൻ ഈ കണിമംഗലത്ത് തുടരണമെങ്കിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? പ്രിയേ, അത് ഞാൻ ഇക്കാര്യത്തിനല്ലാതെ സൽക്കരിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അടുക്കളപ്പണി ലോകത്തിലെ ഏറ്റവും മിടുക്കാണെന്ന് ധരിക്കണ്ട. ചെയ്ത് ശീലിച്ചതുകൊണ്ടാ ഒന്ന് ചെയ്യാൻ പറയുന്നത്. അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ടാലോ? നിനക്ക് തന്നെയല്ലേ അതിന്റെ ദോഷം? അത് ഞാൻ അങ്ങ് സഹിച്ചു. എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങും. ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്റെ കൂടെ? വാ വരാൻ. വാ. ചിന്നെ വാ. വാ. വന്നേ. കണ്ടില്ലേ ചെറിയമ്മേ? അപ്പൊ നമ്മുടെ സംശയം ശരിയാ. ഇന്നലത്തെ മത്സരം അവള് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത രാധിക. ഇനി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ തന്നെ കയ്യോടെ ചെന്ന് രണ്ടിനും പൊക്കണം. മണ്ടത്തരം പറയാതെ ചെറിയമ്മേ. ഇപ്പൊ അടുക്കളയിൽ ചെന്ന് ബഹളം വെച്ചാ അവര് വേറെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടില്ലേ? വെള്ളം കുടിക്കാൻ വന്ന് നടന്ന് വല്ലതും പറഞ്ഞ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്തായാലും ചേച്ചി അനിയത്തിയും കൂടെ പാചകം തുടങ്ങട്ടെ. രാധിക പാചകം ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് അമ്മയെ വിളിച്ച് കാണിച്ചാലോ? അതോടെ കള്ളത്തരം പൊളിയും. ആ, എന്നാ പിന്നെ അമ്മയെ കൂടി വിളിക്കാം. അമ്മയാണല്ലോ എല്ലാത്തിനും സപ്പോർട്ട്. വേണ്ട വേണ്ട, മുത്തശ്ശി ആവുമ്പോ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. അമ്മയാകുമ്പോ ഈസിയാ. ചെറിയമ്മ വാ. പ്രിയേ, നീ കൂടി ചെയ്യാണെങ്കിൽ പെട്ടെന്ന് തീർക്കായിരുന്നു. പെട്ടെന്ന് തീർത്തിട്ട് എവിടെയെങ്കിലും പോവാനുണ്ടോ? അതോ സിനിമയിലെ നായികയ്ക്ക് അടുക്കള പണി ചെയ്യാൻ പറ്റില്ലെന്നാണോ? അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് തീർത്താ ആരെങ്കിലും കാണുന്നതിന് മുന്നേ നമുക്ക് പോവാല്ലോ. ഈ നേരത്തെ ഇവിടെ ഒരു കുഞ്ഞു പോലും ഉണർന്നിട്ടുണ്ടാവില്ല. അതിനെ കുറിച്ച് പേടിക്കാൻ വേണ്ട. എത്രയും പെട്ടെന്ന് ചെയ്യും. ആ പിന്നെ സാധാരണ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവണം. ഒരാളും ദോഷം പറയാൻ പാടില്ല. ഇനി ഇത് കഴിയുമ്പോ രാധിക ഇവിടുന്ന് പോവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ. നീ പിണങ്ങൊന്നും വേണ്ടടാ. ഇത് കഴിയുമ്പോ എന്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഈ പ്രിയങ്ക എന്ത് ദുഷ്ടതയാ! ഈ വെളുപ്പാങ്കാലത്ത് രാധയെ കൊണ്ട് മാത്രം എല്ലാം ചെയ്യിക്കുന്നത് കണ്ടില്ലേ? എടാ എടാ, കൂടുതൽ കെയറിംഗ് ഒന്നും വേണ്ട. പെണ്ണുങ്ങൾ അടുക്കള ജോലി ചെയ്യുന്നതേ അത്ര മോശം കാര്യമൊന്നുമല്ല. അവക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യും. ചെയ്യട്ടെ. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നേരത്തെ എന്തിനാ എന്നെ വിളിച്ചെണീപ്പിച്ചേ? കണി കാണാൻ നല്ല സമയം. വെളുപ്പിനെ അമ്മേ. കണിയോ? എന്ത് കണി? നമ്മുടെ വീട്ടിലെ ഒരു മത്സരം നടക്കുന്നുണ്ടല്ലോ, പ്രിയങ്കയും കൽപ്പനയും തമ്മില്. അതില് ഒരു ദിവസം കൽപ്പന ജയിച്ചു, ഒരു ദിവസം പ്രിയങ്കയും. ഇന്നിനി ആരാ ജയിക്കാൻ പോകുന്നതെന്ന് ഏടത്തിക്കറിയാമോ? ഇവിടിപ്പോ അതന്വേഷിക്കലല്ല എന്റെ ജോലി. എന്ന് ഞാൻ പറയാം. ഇന്ന് പ്രിയങ്ക ജയിക്കും, കൽപ്പന തോക്കും. അതിന്റെ കാരണം എന്താന്ന് കൂടി അമ്മ ചോദിക്കും.
അമ്മേ, പ്രിയങ്കയ്ക്ക് ഇന്ന് പാചകം. ദേ, അവൾക്ക് പകരം ആരാ പാചകം ചെയ്തോണ്ടിരിക്കുന്നെന്ന് അറിയോ? ആ രാധിക. അമ്മേ, അത് തെറ്റല്ലേ? മത്സരത്തിനോടുള്ള ചതിയല്ലേ അത്? ശരി, മത്സരത്തിനോട് വേണ്ട, നമ്മളെ ചതിക്കല്ലേ അവര്? ദേ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ പ്രിയങ്കയോടൊപ്പം രാധിക അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമ്മയും ബാക്കിയുള്ളവരെ വിളിച്ച് ഞാനത് പറയും. ഈ മത്സരത്തിൽ പ്രിയങ്ക തോറ്റതായിട്ടും പറയും. അതല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ രണ്ടുപേരും കൂടി അനുഭവിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മ വാ വാ. പ്രിയേ, കറിവേപ്പില ഇല്ലല്ലോ. അതെ, വീടിന്റെ പുറകിൽ നിൽപ്പുണ്ട്. നീ പെണ്ണ് എടുത്തിട്ട് വരുമോ? പിന്നെ ഞാനിപ്പോ എടുക്കാൻ പോവാൻ പോവല്ലേ. അവിടെ വല്ല പാമ്പും പഴുതാരെയൊക്കെ കാണും. കറിവേപ്പില ഇട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നീ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഞാനേ ഒരു ജോലി ഏൽപ്പിച്ച അത് കൃത്യമായിട്ട് ചെയ്യണം. പോയി എടുത്തോണ്ട് വന്നാ മതി. അതെ, അപ്പോഴേക്കും ഇവിടെ ഭൂകമ്പം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് വരാം. അതെ, അയാൾ തനിച്ചാ പോയിരിക്കുന്നേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നീ ഇത് പൊളിച്ചയാടോ, മര്യാദക്ക് നിക്കടാ അവിടെ. ആ ഭൂതനകളെ ചതിച്ചല്ലോ. എന്റെ ദൈവമേ, എല്ലാം കുളവായെന്ന് തോന്നേ. അല്ല, എന്താ മോളെ ഈ നേരത്തെ അടുക്കളയിലും? അത് വേറൊന്നും അല്ലമ്മേ, കഴിഞ്ഞ ദിവസം പാചകം ചെയ്തിട്ട് ശരിയായില്ലല്ലോ. അതുകൊണ്ട് ഇത് നേരത്തെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി തൃപ്തിയാവുമ്പോ മാത്രം എല്ലാവരുടെ മുന്നിൽ കൊണ്ട് വെച്ചാ മതിയല്ലോ. നീ തനിച്ചാണോ പാചകം ചെയ്തത്? അല്ലല്ലോ. വേറെ ആരാ എന്റെ കൂടെ? ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റി? കള്ളം പറയരുത്. രാധികയെ നീ വിളിച്ചുണർത്തി അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടതാ. എപ്പോ? ഓ, രാധിക എവിടെ? അവളെ ഇങ്ങോട്ട് വിളിച്ചേ. എന്നിട്ട് വേണം ഇന്നലത്തെ മത്സരത്തില് നിന്റെ ജയം പോലും തെറ്റായിരുന്നു എന്ന് എനിക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ. വിളിക്കവളെ. മോളെ പ്രിയങ്കേ, നീ തനിച്ചല്ല പാചകം ചെയ്യുന്നെന്നും പറഞ്ഞ് ഇവരെന്നെ വിളിച്ചോണ്ട് വന്നതാ. എന്താ സംഭവം? അമ്മയോട് പറ. അമ്മേ, ഞാൻ പറയുന്ന സത്യമാ. ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്നുള്ളത് സത്യമാ. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അപ്പൊ നിന്റെ ചേച്ചി എവിടെയുണ്ട്? ചേച്ചി മുറിയിലുണ്ടാവും. രാധിക മുറിയിലുണ്ടെന്ന് പറഞ്ഞത് ഉറപ്പാണല്ലോ അല്ലേ?
ഞങ്ങൾ പത്മിനി ഇടത്തെയും കൂട്ടിക്കൊണ്ട് പോയി നോക്കും. ആ മുറിയില് രാധിക ഇല്ലെങ്കിൽ അവൾ എവിടെ പോയെന്ന് ഇവിടെ നീ എല്ലാരോടും പറയണം. അത് ഞാൻ പറയിപ്പിച്ചോളാം. അമ്മ എന്തായാലും വന്നേ. അതെ, നമ്മൾ തമ്മിലുള്ള തർക്കത്തിന് എന്തിനാ വെറുതെ ചേച്ചിയെ ഉറക്കത്തിന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? അയ്യോ, എങ്ങനെ രാധിക ചേച്ചിയെ ഉറക്കത്തിന്ന് വിളിക്കുന്നതിന് നിനക്ക് ഇത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടോ? ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. നിന്റെ പ്രിയങ്കി അടുത്ത മുറിയിലല്ലേ? ഞങ്ങളൊന്ന് ചെന്ന് നോക്കട്ടെ, എന്നിട്ട് തിരിച്ചു വന്ന് നിന്റെ പാചകത്തിന് വാർത്തിടാം. അമ്മേ വാ ഒന്ന്. മോളെ, ഇവര് പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രാധിക മുറിയിൽ ഇല്ലെങ്കിൽ മോള് അനുഭവിക്കേണ്ടി വരും. ദാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? താൻ പാതി ദൈവം പാതി എന്നല്ലേ? നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു, ബാക്കിയുള്ളതൊക്കെ ദൈവം വന്ന് ചെയ്യട്ടെ. ഈ വെളുപ്പിന് ഇനി ദൈവം വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും മുത്തശ്ശി. ദൈവത്തിന് അങ്ങനെ നേരവും കാലവും ഒന്നും ഇല്ലടാ. എപ്പ വിളിച്ചാലും വരും. അമ്മേ, പ്രിയങ്കയോടൊപ്പം ഇവിടെ പോകുന്ന ഞാൻ കണ്ടതാ. ഇത് കണ്ണ ഉറക്കോ? ദേ, തൽക്കാലം രണ്ടും ഇതിലൂടെ വന്നേ. ചെറിയ നടക്ക്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ കുടുംബത്തിൽ ഇപ്പൊ എന്നും പ്രശ്നങ്ങളാ. അതിന്റെ കാരണം നിങ്ങൾ രണ്ടുപേരുവാ. അല്ല, ഞാനെന്ത് ചെയ്തു? വെളുപ്പിന് എന്നെ കണി കാണാനെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയത് നീയും കൂടെ ആയിരുന്നില്ല ഉർവശി. ഞാൻ എപ്പോഴും പറയാറില്ലേ, കൽപ്പന എന്തെങ്കിലും അബദ്ധം കാണിക്കുമ്പോ കൂടെ നിൽക്കുകയല്ല വേണ്ടത്, തിരുത്തി കൊടുക്കുക വേണ്ടെന്ന്. എന്നിട്ട് നീ എന്താ ചെയ്യാറുള്ളത്? അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാ. എനിക്ക് വ്യക്തമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടാ ദേഷ്യം ഇല്ലാത്തത്? ആരോടാ അസൂയ ഇല്ലാത്തത്? ഇങ്ങനെ മാത്രമേ എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. മോളെ കൽപ്പന, ഒരു കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോ അവിടെ ചിലപ്പോ നമ്മളെക്കാൾ ഉയർന്നവരുണ്ടാവും, താഴ്ന്നവരുണ്ടാവും. എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കണം. അല്ലാതെ ആരെങ്കിലും ഉയർന്നു പോയാ അവരെ ചവിട്ടി താഴെയിട്ടേ അടങ്ങുന്നുള്ള വാശിയൊന്നും വേണ്ട. നിന്നെ കൊണ്ടാവുമെങ്കില് നീ മത്സരിച്ച് അവളെ തോൽപ്പിക്കരുത്, അല്ലാതെ ചതിക്കാൻ നോക്കുകയല്ല വേണ്ടത്. പോരണ്ടുവരും. ഉർവശി, നീ ഒന്നേ, നീ പൊയ്ക്കോ. അതെ, നീ കൽപ്പനയോടൊപ്പം ഒന്നിച്ച് കോളേജിൽ പഠിച്ചൊന്നുമല്ല. അവളുടെ അമ്മയുടെ സ്ഥാനമുണ്ട് നിനക്ക്. ആ പക്വത നീ കാണിക്കണം. അല്ലെങ്കിൽ ചന്ദ്രശേഖരനോട് പറഞ്ഞ് എനിക്കത് പഠിപ്പിക്കേണ്ടി വരും. ചെല്ല്. ഇതിനൊരു അവസാനം വേണമല്ലോ ചെറിയമ്മേ. ചെറിയമ്മ വാ.
നമുക്ക് പോയി കിടന്നുറങ്ങാലോ. ചെറിയ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. താക്കോൽ എന്റെ കയ്യിലല്ലേ. വാ. ദൈവം രക്ഷിക്കാൻ വന്നത് കണ്ടോടാ. കണ്ടു. ഈ ദൈവം എന്താ ഞങ്ങളെ ഒന്നിപ്പിക്കാത്തത്? അതെ, നീ ഇങ്ങനെ കുറച്ചു കാലം കൊതിച്ചു കൊതിച്ച് നടന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. അത് കഴിയുമ്പോ ദൈവം അത് പാസ്സാക്കും. എന്റെ വിധി.